Hello students, welcome to the another part of the first module of professional business skill. The topic of the lesson is technical documents. So today we are moving on one of the important topic in the area of first module of professional business skill, that is technical documents. What do you mean by technical document, or what is a technical document? Technical documents refers to any documents that explain the use, functionality, creation or architecture of a product or process in business. So the technical documents are the documents in business. That documents explain the use, functionality, creation or architecture of a product or process in business. ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവയുടെ ഉപയോഗം, കൂടാതെ ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ, എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ, ആ കമ്പനിയിലുള്ള മെഷീനറീസിൻ്റെ പ്രവർത്തനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കമ്പനി തയ്യാറാക്കുന്ന ഡോക്യുമെൻസിനെയാണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ കിട്ടാറുണ്ട്. അതൊരു ചെറിയ ബുക്ക്, യൂസർ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ ബോഡി എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതായത് ആ മൊബൈലിൻ്റെ ബോഡി എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലെ ബാറ്ററി എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതേപോലെ തന്നെ അതെങ്ങനെ ചാർജ് ചെയ്യണം, ആ മൊബൈലിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കാണിക്കുന്ന ആ ഒരു യൂസർ മാനുവൽ, ദാറ്റ് യൂസർ മാനുവൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന യൂസർ മാനുവൽ എന്താണ്? ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റ്സിന് എക്സാമ്പിളാണ്. The technical documents includes a wide range of documents used to inform or persuade a target audience with a specific needs. ഈ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നത് പല ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയാവാം. ചിലപ്പോൾ അത് കസ്റ്റമേഴ്സിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ അത് എംപ്ലോയീസിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും പാർട്ടീസിന് വേണ്ടിയാവാം. ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നത്. Technical documents provides information about the underlying architecture of the product, how to install it, how to operate it, etc. ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ആർക്കിടെക്ചർ or then how to install the product or how to explain the product etc. will be explained in the technical document. ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് വരുന്ന മാറ്റേഴ്സ് ആണ് ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റ്സിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എൻഡ് യൂസർ ഡോക്യുമെന്റ്സ്, operations and installation manuals, marketing communications, training materials, technical reports, etc. കമ്പനിയുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്, മാർക്കറ്റിംഗ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് പുറത്തിറക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, യൂസർ മാനുവൽ ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻസ്റ്റലേഷൻ ഗൈഡ് ഓഫ് ദ പ്രോഡക്റ്റ്, എക്സെട്ര. അപ്പോൾ ടെക്നിക്കൽ ഡോക്യുമെന്റ്സിന് എക്സാമ്പിൾ ആണ്, മെയിനായിട്ട് ഒരു കമ്പനി പുറത്തിറക്കുന്ന ടെക്നിക്കൽ ഡോക്യുമെന്റ്സിന് എക്സാമ്പിൾ ആണ് യൂസർ മാനുവൽ ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻസ്റ്റലേഷൻ ഗൈഡ് ഓഫ് ദ പ്രോഡക്റ്റ്, എക്സെട്ര. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ടെക്നിക്കൽ ഡോക്യുമെന്റ്സ്. Let's analyze what are the important technical documents used in business. So now we are going to discussing about different types of technical documents used in business organization. First one is manual, user manual or user guide. A user manual is a technical communication document intended to give assistance to people on how to use a product. Generally, a user manual is supplied along with all products and distribute how to use the products
So the user manual is generally, or in normal sense, it is supplied along with all the product and distributes along with all the products and how to use the products, etc. For example, for user manual നമുക്ക് എന്ത് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ നമുക്ക് എന്ത് ഉണ്ടാവാറുണ്ട്, കിട്ടാറുണ്ട്. അതിൻ്റെ ബാറ്ററി എങ്ങനെ റിമൂവ് ചെയ്യണം, അതിൻ്റെ മൊബൈലിൻ്റെ ചാർജ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ സിം എങ്ങനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നൊക്കെ കാണിക്കുന്ന വിവരങ്ങൾ എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ദാറ്റ്സ് കോൾഡ് യൂസർ മാനുവൽ. ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ അതിൻ്റെ യൂസേജും അല്ലെങ്കിൽ ഹൗ ടു യൂസ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബുക്ക്ലെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസർ മാനുവൽ എന്ന് പറയുന്നത്. The second one is installation guide. An installation guide is a type of technical document that describes the steps required to install software and hardware elements of a product that requires to be assembled. In case of assembled products, the installation guide also will be supplied along with the product. So in the case of assembled products, the installation guide will be supplied along with that particular product. ചില പ്രോഡക്റ്റിൻ്റെ കേസിൽ ആ പ്രോഡക്റ്റ് അസംബിൾ ചെയ്തായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതായത് ചില പ്രോഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോഡക്റ്റ് ആദ്യം അസംബിൾ ചെയ്തിട്ടായിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില പ്രോഡക്റ്റിൻ്റെ കേസിൽ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചില സോഫ്റ്റ്വെയർസ് കൂടി അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കേസിൽ ഇത് എങ്ങനെ അസംബിൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ആ സോഫ്റ്റ്വെയർ ആ പ്രോഡക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ കാണിക്കുന്ന ഗൈഡ് കൂടി അതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. ദാറ്റ്സ് കോൾഡ് ഇൻസ്റ്റലേഷൻ ഗൈഡ്. സോ ദ തേർഡ് വൺ ഈസ് API, that is API document, application programming interface. An API is a software intermediary that allows two applications to communicate to each other. API documents provide all information and instructions required to work with API. രണ്ട് ആപ്ലിക്കേഷൻസിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇന്റർഫേസുകളെയാണ് അല്ലെങ്കിൽ ഇന്റർമീഡിയറീസിനെയാണ് നമ്മൾ API ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു രണ്ട് ആപ്ലിക്കേഷൻസിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് അല്ലെങ്കിൽ ഇന്റർമീഡിയറീസിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നുള്ള നമ്മൾ പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ചില സൈറ്റൊക്കെ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ലോഗിൻ ബൈ യൂസിങ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ലോഗിൻ ബൈ യൂസിങ് ഗൂഗിൾ എന്നൊക്കെ കാണാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അതായത് ആ ഒരു ആപ്ലിക്കേഷൻസിൽ തന്നെ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് യൂട്യൂബ് ലിങ്ക്സ് തന്നു കഴിഞ്ഞാൽ യൂട്യൂബ് അവിടെ വെച്ച് തന്നെ യൂട്യൂബിലേക്ക് പോവാതെ തന്നെ അവിടെ തന്നെ യൂട്യൂബ് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ആക്കി അതിൽ പിന്നെ സെർച്ച് ചെയ്തിട്ടല്ലല്ലോ നിങ്ങൾ കാണുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ചാനലിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതെന്താണ്, ഒരു ഇന്റർഫേസ് ആണ്. രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണെന്ത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ application programming interface documents provide all information and instructions
required to work with API. API എങ്ങനെ എഫക്റ്റീവായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് മറ്റ് ആപ്ലിക്കേഷൻസുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്ന് വിവരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യിക്കാം, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്ന ചില ഡോക്യുമെന്റ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു എന്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധിപ്പിക്കുന്ന ഇന്റർഫേസ് അല്ലെങ്കിൽ ഇന്റർമീഡിയറീസിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ബൈ യൂസിങ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ലോഗിൻ ബൈ യൂസിങ് ഗൂഗിൾ എന്നൊക്കെ കാണാറുണ്ട്. അതെന്താണ്, രണ്ട് ആപ്ലിക്കേഷൻസിന് തമ്മിൽ ഇന്റർഫേസ് ഓൾറെഡി അതിൽ ഇന്റർഫേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാനൊരു ക്ലാസ്സിന്റെ ലിങ്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എവിടെ എത്താൻ പറ്റുന്നുണ്ട്, യൂട്യൂബിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എന്താണ്, രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ ഓൾറെഡി ഇന്റർഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റർഫേസ് ചെയ്യുന്നത്, ഇന്റർമീഡിയറീസ് ആയിട്ട് ചെയ്യുന്നത്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഡോക്യുമെന്റ്സ് എന്ന് പറയും. സോ ദ നെക്സ്റ്റ് വൺ ഈസ് റിലീസ് നോട്ട്സ്. These are technical documents distributed with software products that contain bug fixes and added features. സോഫ്റ്റ്വെയർസിന്റെ കൂടെ സപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് ആക്ച്വലി റിലീസ് നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസിന്റെ കൂടെ സപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് എന്ത്, റിലീസ് നോട്ട്സ് എന്ന് പറയുന്നത്. സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ ടൈമിൽ സോഫ്റ്റ്വെയർ എറേഴ്സ് ഉണ്ടാവാം. അതായത് നമ്മളൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സോഫ്റ്റ്വെയർ എറേഴ്സ് ഉണ്ടാവാം. അത്തരം എറേഴ്സ് ഓർ ബഗ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതുമല്ലെങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ വിവരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് എന്ത്, റിലീസ് നോട്ട്സ് എന്ന് പറയുന്നത്. അതായത് റിലീസ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് എപ്പോഴും എന്തിന്റെ കൂടെ സപ്ലൈ ചെയ്യുന്നതാണ്, സോഫ്റ്റ്വെയർസിന്റെ കൂടെ സപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് എന്ത്, റിലീസ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റേഷന്റെ ടൈമിൽ ഒരുപാട് സോഫ്റ്റ്വെയർ എറേഴ്സ് ഉണ്ടാവാം. അത്തരം എറേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബഗ്സ് ഒക്കെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ വിവരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് എന്ത്, റിലീസ് നോട്ട്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ കമ്പനികൾ സാധാരണയായി സോഫ്റ്റ്വെയർസിന് 2 or 3 2 or 3 വർഷത്തെ ടെക്നിക്കൽ സപ്പോർട്ട്സ് നൽകാറുണ്ട്. അതിന്റെ ഭാഗമായി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് എന്ത്, റിലീസ് നോട്ട്സ് എന്ന് പറയുന്നത്. അതായത് ചില സോഫ്റ്റ്വെയർ കമ്പനി, അതായത് സോഫ്റ്റ്വെയർസ് സെല് ചെയ്യുന്ന കമ്പനീസ് സാധാരണയായി സോഫ്റ്റ്വെയർസിന് 2 or 3 വർഷത്തെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകാറുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അവർ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, റിലീസ് നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് or MRD. It is a technical document that expresses that customers' wants and needs for the products or services. It is usually explained who the target audience is, what products are in competition with this one, why customers are likely to want this product. Actually, it is a market requirement document and it prepared on the basis of the data collected from the market. എന്ന് വെച്ചാൽ ആളുകളുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തെല്ലാമാണ്, അതായത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കാരുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ആരാണ് ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സ്, അതുപോലെ കമ്പനിയായി കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് പ്രോഡക്ട്സുകൾ എന്തെല്ലാമാണ്, then why customers
are likely to want this product? എന്തുകൊണ്ട് കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഡോക്യുമെന്റ്സിൽ മെയിനായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ മാർക്കറ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it is a market requirement document and it's prepared on the basis of the data collected from the market. അതായത് ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ്, എന്തൊക്കെയാണ് ആ കമ്പനിയിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആ കമ്പനിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് പ്രോഡക്ട്സുകൾ എന്തെല്ലാമാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. The next one, system description document. It is a document that describes what the system will do and what are the services offered. ഒരു കമ്പനിയിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം, അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ആവട്ടെ, അല്ലെങ്കിൽ മെഷീനറി ആവട്ടെ, അല്ലെങ്കിൽ അത് സിസ്റ്റം എന്ന് പറയുന്നത് എന്തും ആവാം. ചിലപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആവാം, അല്ലെങ്കിൽ അത് അവിടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് ആവാം. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം സർവീസസ് ആണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുതലായ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ഒരുപാട് സിസ്റ്റംസ് ഉപയോഗിക്കും. ചിലപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആവാം, അല്ലെങ്കിൽ മെഷീനറി സിസ്റ്റംസ് ആവാം. ഇങ്ങനെയുള്ള സിസ്റ്റംസിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാണ്, അതുകൂടാതെ ആ സിസ്റ്റംസിന്റെ സർവീസസ് എന്തൊക്കെയാണ്, ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. Then the other types of documents, the other reports or other documents are annual reports of the companies, feasibility reports or feasibility study reports, project reports, technical guides and handbooks, warranty cards, research reports, business plans, newsletters, brochures and catalogs as part of promotion, then web pages, etc. So all these are technical documents used in business organization. So this is one of the important topic in the first module of professional business skill. That is, the topic is technical documents. What are the different types of technical documents used in business organization, and what do you mean by technical documents? So this is all about the area of technical documents. So today we are learned what is technical document and what are the different types of technical documents used in business organization. So thank you for watching this video.